എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചോട്ടൂന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ. അന്ന് ഞാൻ പൂർണ്ണമായിട്ടും വീഡിയോ എടുത്ത് വെച്ചെങ്കിലും പകുതിക്ക് ഇടാൻ പറ്റുള്ളൂ. പകുതി അപ്ഡേഷനായിട്ട് ഞാൻ പിന്നെ ഒരു മുങ്ങലായിരുന്നല്ലോ. അപ്പോൾ എനിക്കൊട്ടും വയ്യായിരുന്നു കേട്ടോ. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആയതായിരുന്നു തന്നെ ഭയങ്കര വൊമിറ്റിങ്ങും തളർച്ചയും ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവനെ നോക്കുന്ന തന്നെ ഒരു കണക്കിനായിരുന്നു. അതിൻ്റെ കൂടെ വീഡിയോ എഡിറ്റ് ചെയ്തിടാനും കൂടി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ്ടോ അന്ന് ബാക്കി കാര്യങ്ങൾ അറിയിക്കാഞ്ഞതും. അപ്പം നമ്മൾ കൃത്യമായിട്ട് തന്നെ അവന് 3 ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തു. ബാക്കി പിന്നെ 3 ആഴ്ചത്തേക്ക് മെഡിസിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മെഡിസിന് കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഗായത്രിയുടെ സപ്പോർട്ട് കേട്ടോ. അന്ന് ഞാൻ ഇതേപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. എനിക്ക് ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഫിനാൻഷ്യലി നമ്മൾ ചോട്ടൂന് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല കേട്ടോ. ഗായത്രി ഇവന് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഗായത്രിയുടെ അമ്മ വഴി എത്തിച്ചു തന്നു കേട്ടോ. ഗായത്രി പുറത്താണ്. ഗായത്രിയുടെ അമ്മ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. അമ്മേനെ കൊണ്ടിട്ട് എല്ലാ സഹായവും അവന് വേണ്ട മെഡിസിൻസും ഫുഡ് കാര്യങ്ങൾ അവന് കൂടുതൽ ആ സമയത്ത് ചിക്കനായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് മെഡിസിൻ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവനെ പിടിച്ച് വലിച്ചിട്ട് വായിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചിക്കൻ്റെ ഉള്ളിൽ ഇതേപോലെ ഗുളികയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ആ സമയത്ത് ഭയങ്കര ഹെൽപ്ഫുള്ളായത് ഗായത്രി തന്ന സപ്പോർട്ടായിരുന്നു കേട്ടോ. എന്നും ചിക്കൻ വാങ്ങിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പോസിബിളായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ലേ, നമ്മൾക്ക് സാധാരണക്കാരല്ലേ. പക്ഷേ ഗായത്രി ഒരുപാട് പൈസ ഇവന് വേണ്ടി ചിലവാക്കിയായിരുന്നു കേട്ടോ. അപ്പം അന്ന് ഞാൻ ഗായത്രിക്ക് താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. കാരണം എനിക്ക് പിന്നീട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചെങ്കിലും എനിക്കത് എഡിറ്റ് ചെയ്തിടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് ഗായത്രി തന്നൊരു നല്ലൊരു സപ്പോർട്ട് കൊണ്ടിട്ട് തന്നെ എല്ലാ മെഡിസിനും കൊടുത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചോട്ടൂന് പെട്ടെന്ന് തന്നെ ക്യൂറാക്കി എടുക്കാൻ പറ്റി കേട്ടോ. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൻ ഉഷാറായി തുടങ്ങി കേട്ടോ. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാൻ മടിയായിരുന്നെങ്കിൽ പിന്നീട് പതുക്കെ അവന് ക്യൂറായി മാറി. പിന്നെ നമ്മുടെ വാലാട്ടി നൽകിയൊരു സപ്പോർട്ടും അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ചോട്ടു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അന്ന് മുതൽ അവൾക്ക് ആരോ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്, രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കസിൻ കണ്ടായിരുന്നു കേട്ടോ. ആരാണ്ട് ഇങ്ങനെ ബിസ്ക്കറ്റ് പൊട്ടിച്ച് അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവൾ ആ പാക്കറ്റ് പാടെ റോട്ടിൽ കൂടെ എടുത്തുകൊണ്ട് തന്നെ കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് നേരെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നതും. എല്ലാ ദിവസവും അവൾ ഇതേപോലെ ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റായിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു കേട്ടോ. അങ്ങനെ വാലാട്ടിയും കൂടെ സപ്പോർട്ടിനുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോട്ടു പതുക്കെ നടക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, പിന്നീട് അവന് അകത്തിട്ട് കാര്യം സാധിക്കാതെ കേട്ടോ. നമ്മൾ കൂടിൻ്റെ അത് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം സാധിക്കാൻ. പക്ഷെ അവന് പിന്നീട് അങ്ങനെ അകത്ത് ഇട്ട് കാര്യം സാധിക്കത്തില്ല. നിവൃത്തി കേട്ടാൽ 1 സാധിക്കും, 2 സാധിക്കില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ അവന് ജസ്റ്റ് ഒന്ന് തുറന്ന് വിടുമ്പോഴത്തേക്കും അവൻ തന്നെത്താനെ പോയി 2ഒക്കെ സാധിച്ച് ഒന്ന് കൂട്ടിക്കയറി കിടക്കുമായിരുന്നു. ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ 1-2 ആഴ്ച ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ പതുക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുക, ഇവന് ഞങ്ങളുടെ ഇവിടെ 3 വീടുകളിലായിട്ട് ഓടിച്ചാടി നടന്ന ആളാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് കഴിക്കാനും കളിക്കാനും വേണ്ടി മാത്രമേ വരുള്ളൂ. കിടപ്പും മറ്റും അപ്പുറത്തെ വീട്ടിലാണ്. അന്ന് പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം ആയത് കാരണം അവർ വീട്ടിലല്ലായിരുന്നു കിടക്കുന്നത്, അവരുടെ വീടിൻ്റെ ബാക്കിൽ വിറക് പുരയിലായിരുന്നു. അപ്പം മുറിവായിട്ട് ആ മണ്ണിൽ കിടക്കണ്ടെന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ ആ ഒരു സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തിരിച്ചടി ഉണ്ടായത് കേട്ടോ. നമ്മുടെ മിയോ കുട്ടീനെയും ബണ്ണിക്കുട്ടനെയും ആ സമയത്താണ് കാണാതായി പോയതും. ആദ്യം പോയത് മിയോ കുട്ടിയായിരുന്നു, ബണ്ണിക്കുട്ടനല്ല. മിയോ കുട്ടിയായിരുന്നു. ചോട്ടൂന് ഏകദേശം പരിക്ക് പറ്റി 2 ആഴ്ച ഒരു ടൈം, 2 ആഴ്ച ആയിട്ടില്ലാന്ന് തോന്നുന്നു. എൻ്റെ പ്രഗ്നൻസി അറിഞ്ഞ് കുറച്ച് ഞാൻ വീക്കായിരിക്കുന്ന ടൈം കേട്ടോ. ആ സമയം മിയോ കുട്ടിയും എൻ്റെ ഒപ്പം തന്നെ താഴെ ഉണ്ടായിരുന്നു, അടുക്കളയിലുണ്ടായിരുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, ഫുഡും ചോദിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോട്ടൂനുള്ള ഫുഡ് റെഡിയാക്കിയായിരുന്നു കേട്ടോ. ഞാനിത് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് മുകളിലേക്ക് പോയി തിരിച്ച് വന്ന് നോക്കുമ്പോൾ മിയക്കുട്ടി ഇല്ല കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ മിയക്കുട്ടി മിസ്സായി പോയതാണ്. ഒരു രാത്രി ഒരു 9-10 ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയമായിരുന്നു. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ 1-2 സാധിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതായിരിക്കും എന്ന് കരുതി ആദ്യം ഞാൻ ഇഗ്നോർ ചെയ്തും. പിറ്റേ ദിവസം രാവിലെ ആയിട്ടും ഇവളെ കാണാതെ ഇപ്പം എനിക്ക് മനസ്സിലായി ആൾ പോയതാണെന്ന് മനസ്സിലായിരുന്നു കേട്ടോ. എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മിയക്കുട്ടി സാധാരണ 1-2 ദിവസമൊക്കെ മുങ്ങാറുണ്ട്. അത് ഇവിടെ പോലെയല്ല, മാംഗ്ലൂർ പോലെ മുങ്ങൽ പതിവുള്ളതായിരുന്നു. അപ്പോൾ അവൾ അതേപോലെ പൊങ്ങുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, അടുത്തൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിളിക്കുമ്പോൾ വരുന്നതാണ് സാധാരണ. വരാതെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചും. 2 ദിവസം കഴിഞ്ഞിട്ടും കാണാതെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവൾ മിസ്സായി പോയത്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് വല്ല മലമ്പാമ്പോ ഉടുമ്പോ എന്തെങ്കിലും പിടിച്ചതായിരിക്കും എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് കളികളൊക്കെ ഇങ്ങനെ മാറി വന്നപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ പിന്നിൽ മനുഷ്യന്മാർ തന്നെയാണ്.
അല്ലാതെ വേറെ മൃഗങ്ങളൊന്നും അല്ലാന്ന് മനസ്സിലായത്. എന്തായാലും ആദ്യം മിയക്കുട്ടി മിസ്സായി പോയി. തുമ്പിക്കുട്ടീനെ അന്വേഷിച്ച് നടന്ന പോലെ, തുമ്പിക്കുട്ടീനെ മാത്രമല്ല കേട്ടോ, കുഞ്ഞുമണീനെയും നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടന്നിരുന്നു. പക്ഷെ അത് അങ്ങനെ പബ്ലിക് ആക്കിയില്ല. ഞാൻ കണ്ടന്റിന് വേണ്ടി വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വർത്താനമൊക്കെ ഉണ്ടായ കാരണം ഞാൻ കുഞ്ഞുമണിയുടെ അധികം അങ്ങോട്ട് പബ്ലിക് ആക്കില്ല എന്നുള്ളൂ. പക്ഷെ അവനെ ഒരുപാട് അന്വേഷിച്ച് നടന്നതാണ്. എന്നാൽ മിയക്കുട്ടിയുടെ കാര്യം വന്നപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഇങ്ങനെ അവളെ അന്വേഷിച്ച് മുമ്പത്തെ പോലെ നടക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ചുറ്റുവട്ടത്ത് മാത്രമാണ് ഈ പാട്ടയും കുലുക്കി നടന്നുള്ളായിരുന്നു. മറ്റേത് എല്ലാവരുടെ ചോദിച്ച് നാട് മൊത്തം ചോദിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ഇല്ലാതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൊണ്ടുപോയേക്കണ ആൾക്കാർക്ക് നമ്മുടെ വീക്ക് പോയിന്റ് മനസ്സിലായി തോന്നുന്നു. അതിന് ശേഷമാണ് നമ്മുടെ ബണ്ണിക്കുട്ടൻ മിസ്സായി പോണത്. നമ്മുടെ ബണ്ണിക്കുട്ടനും ചോട്ടു ഇവിടെ ഉള്ള ഒരു 2 ആഴ്ച, ആ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ ഒരു സമയത്തായിരുന്നു നമ്മുടെ ബണ്ണിക്കുട്ടന് മിസ്സാവുന്നത്. അവൻ രാത്രി 10:30ക്ക്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ കിടക്കാൻ പോണ സമയമായിരുന്നു. ഇവൻ ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കിടക്കാൻ റൂമിലേക്ക് പോയതാണ്. ഇവന് ഞങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഇപ്പോൾ അവനില്ല. അവൻ എന്തൊക്കെ വന്നാലും ഫുഡിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു പേടി ഉള്ളിൽ തോന്നി. പിന്നെ അവൻ അന്വേഷിച്ച് നടന്നു, അവൻ കണ്ടില്ല. അവൻ പിന്നെ എവിടെയും പോകത്തില്ല കേട്ടോ, ഈ വീട് വിട്ട് എവിടെയും പോകത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവനും മിസ്സായി പോയിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ച പാമ്പ് തന്നെയാണെന്നാണ് വിചാരിച്ചത്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഭയങ്കര കാടൊക്കെ കിടക്കിയിരുന്നു. മഴയുടെയൊക്കെ ടൈമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പാമ്പ് എന്തെങ്കിലും വന്ന് പിടിച്ചുകൊണ്ട് പോയതായിരിക്കും എന്നുള്ളൊരു ഇതിൽ ഞാനാകെ ഭയങ്കര ബണ്ണിക്കുട്ടൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ. മീൻകുട്ടി പോയപ്പോൾ വിഷമമായില്ലെന്നല്ല, എന്നാലും ബണ്ണീനെ നമ്മൾ കുഞ്ഞിലെ ആദ്യം മുതലേ കണ്ടേക്കണതാണല്ലോ. അപ്പോൾ അതിൻ്റേതായൊരു വിഷമം ഉണ്ടാവുമല്ലോ. മീൻകുട്ടീനെ ഇഷ്ടമാണ്, അവളും ഞങ്ങളുടെ വീട്ടിലൊരു കുടുംബാംഗമാണെങ്കിലും ബണ്ണിക്കുട്ടൻ വല്ലാതെ ഒരു വേദന തന്നത്. തുമ്പിക്കുട്ടിയും അതെ കേട്ടോ, അതേപോലെ ഒരു വേദന തന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞുമണിയും പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗാണ്. പിന്നെ പോയത് നമ്മുടെ ബബ്ലൂട്ടൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ ചെയ്യുന്നത്, അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഭയങ്കര ഒരു ഇഷ്യൂ ആയി. നമ്മുടെ വീക്ക് പോയിന്റ് ഇവരെ കൊണ്ടുപോകുന്ന ആൾക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ അവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ പൂച്ചക്കുട്ടന്മാരെയൊക്കെ ഒന്ന് തനിച്ച് കിട്ടാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ബണ്ണി മിക്കവാറും തീറ്റയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 1 or 2 സാധിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അവനെ ആരും ഇല്ലാത്തൊരു സമയത്ത് കയ്യിൽ കിട്ടിയപ്പോൾ കൊണ്ടുപോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ അവരൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ചോട്ടുവിന് അവസാനം വന്ന ഗിഫ്റ്റാണിത്. നമ്മുടെ ഗായത്രിന് തന്നതാണ്. ഓൺലൈനായിട്ട് ഇതേപോലെ വരുത്തി തന്നതാണ്. പിന്നെ ഗായത്രിയുടെ അമ്മ വന്നു. ഇവിടെ ചിക്കൻ വേണമെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ചോട്ടുവിനെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോട്ടു 3 ആഴ്ച വരെ മെഡിസിൻ ഉണ്ടായിരുന്നു. മെഡിസിൻ കഴിയണ വരെ ഞാനിവിടെ എനിക്കൊട്ടും പറ്റാനുണ്ടായിരുന്നില്ല ഇവനെ നോക്കാനായിട്ട്. എന്നാലും ഞാൻ മാക്സിമം മെഡിസിൻ കഴിയണ വരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പ്രേ ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മുറിവ് ഏകദേശം ഒരു 90% മുകളിൽ ഉണങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അപ്പുറത്തെ വീട്ടുകാരിലേക്ക് കൊടുത്തു. നമ്മുടെ ചോട്ടുവാണെങ്കിലും ഇവിടുന്ന് അയച്ച് വിട്ട പാടെ തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് തന്നെ പോയി. അവരുടെ വീട്ടിൻ്റെ അകത്തൊക്കെ അവർ കയറ്റും. പിന്നെ അവരിങ്ങനെ പുന്നാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ അതുകൊണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി ഫുഡ് കഴിക്കാനും ഇതേപോലെ കളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂട്ട് ഇതേ നോക്കി, എങ്ങനെ കിടന്ന് ചൂട്ടാൻ നോക്കി, ഇപ്പോൾ ഓടിക്കളിച്ച് നടക്കണുണ്ടില്ലേ. പിന്നെ കഴുത്തിൽ കിടക്കണ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഗായത്രി തന്നെ തന്നാണ്. രാത്രി ആകുമ്പോഴത്തേക്കും ഇവനെ കാണാൻ പറ്റും. ഒരു റിഫ്ലക്ടർ പോലത്തെ ഒരു ബെൽറ്റ് ആയിരുന്നു കേട്ടോ അതും. അപ്പോൾ ഇനി അവനെ ആരും ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രി അത് തന്നാണ്. ബാലാട്ടിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇവന് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബെൽറ്റേ പടയണ ആശാനം മിസ്സായി പോയട്ടോ. ഈ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അവസാനമായിട്ട് ചോട്ടുകൂടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ഉറങ്ങാൻ പോയ ചോട്ടു പിറ്റേ ദിവസം മിസ്സായി പോവേണ്ട ചെയ്തതും. അപ്പോൾ അപ്പുറത്തവരുടെ വീട്ടിൽ നിന്ന് മിസ്സായിക്കണം, നമ്മുടെ വീട്ടിൽ നിന്നല്ല കേട്ടോ മിസ്സായി പോയതും. ചോട്ടു മിസ്സായി പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ചോട്ടു പോയതെന്നും. മിയോടെയും ബണ്ണിക്കുട്ടൻ്റെ എനിക്കറിയില്ല, ഏത് കാര്യത്തിലാണ് എൻ്റെ ശ്രദ്ധ കുറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കൂട്ടിലിടാൻ പറ്റിയൊരു അവസ്ഥയിലല്ലായിരുന്നു ഞാനും. ചോട്ടു പക്ഷേ ഇവിടെ നിന്നല്ല മിസ്സായി പോയത്, അപ്പുറത്തവരുടെ വീട്ടിൽ നിന്നാണ് മിസ്സായി പോയത്. പിന്നെ നമ്മുടെ പെറ്റ്സ് മാത്രമല്ല കേട്ടോ മിസ്സായി പോയേക്കണത്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ടായിരുന്നു. കിങ്ങിണി എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. ഡോൾ ഫേസ് ആയിരുന്നു. അവർ കാശൊക്കെ കൊടുത്ത് വാങ്ങിച്ചൊരു ക്യാറ്റായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഒരു ക്യാറ്റിനെ ഈ പറഞ്ഞോണം കാണാതായി. അതിനൊരു അവർ CCTV കാര്യങ്ങൾ അവർ വീട്ടിലുണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 5 മണി വരെ ആ ക്യാറ്റ് അവരുടെ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അതിന് ശേഷം എപ്പോഴോ CCTVയുടെ കണ്ണിൽ പെടാത്തൊരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ആ ക്യാറ്റിനെയും ഈ പറഞ്ഞോണം കൊണ്ടുപോയട്ടോ. അവിടെ എന്തായാലും ഈ പാമ്പൊന്നും ചെല്ലില്ല, കാരണം റോഡ് സൈഡാണ്. അവിടെയും വരെ വന്ന് എന്തായാലും വേട്ടയാടാൻ പറ്റിയത് മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ.
അപ്പോൾ അവരുടെ ക്യാറ്റും പോയി. അവിടുത്തെ പിള്ളേർക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഒരുപക്ഷെ നമ്മുടെ ക്യാറ്റാണെന്ന് ഓർത്ത് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോയതാണോ എന്നും അറിയത്തില്ല. നമ്മൾ ഒന്നുകിൽ ഹെൽപ്ലെസ് ആണെന്ന് മനസ്സിലായതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇനി ഇവിടെ പൂച്ചേനെ വച്ചേക്കില്ല എന്നുള്ള ദുഷ്ട മനസ്സ് കൊണ്ടിട്ടാണോ എന്നറിയില്ല. കാരണം നമ്മുടെ അയൽവക്കം അത്ര നല്ല അയൽവക്കമാണ് കേട്ടോ. ഇതേപോലത്തെ മോശം അയൽവക്കം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം തന്നെ വാലാട്ടിയുടെ ആ ഒരു കുഞ്ഞ് ഇവിടെ വന്നിട്ടാണ് എൻ്റെ മോളെയൊക്കെ കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചീത്ത പറയുന്നതെന്ന് പറയണ്ടായിരുന്നു. എവിടെയെങ്കിലും കൊണ്ടേ കള, ഇവിടെ കയറി വണ്ടിയൊക്കെ ഇടിച്ച് ചത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ ചീത്ത പറഞ്ഞെന്ന് പറയണ്ടായിരുന്നു. ഇതേപോലെ അവസ്ഥയാണ്. നമ്മുടെ വീട്ടിലെ പൂച്ച കിടക്കണതിന് അവർ അവിടെ ഇരുന്നിട്ട് പ്രാകാത്തതില്ലായിരുന്നു. ഭയങ്കര പ്രാക്കും ബഹളമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്മാരെ വരെ കണ്ടുകൂടാത്ത ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ മൃഗങ്ങളുടെ കാര്യം പറയണം, ആരോടൊരു സഹാനുഭൂതിയോ കരുണയൊന്നുമില്ല. ആകെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടുകാർ മാത്രമേ ഇതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എത്രയും വേഗം വാലാട്ടിയുടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ സേഫ് ആക്കണം, അല്ലെങ്കിൽ അതുങ്ങളുടെ ജീവനും ആപത്താണ് കേട്ടോ. എൻ്റെ ഡെലിവറി വരെ ടൈമുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നതും. അന്നേ പറയാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷെ അന്നത്തെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥ അതിനനുവദിച്ചില്ല. അപ്പോൾ ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കട്ട സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.